ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിച്ച് പോസ്റ്റിട്ട സംഭവത്തിൽ സീനിയർ CPO ഉമേഷിനെ പിരിച്ചുവിടാൻ താൽക്കാലിക തീരുമാനം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് പിരിച്ചുവിടൽ നോട്ടീസ് അയച്ചത്. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് SP-യുടെ നിർദ്ദേശം. മറുപടിയില്ലെങ്കിൽ പിരിച്ചുവിടാനാണ് തീരുമാനം. അതേസമയം മേലുദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും പരിഹാസ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഉമേഷ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഈ കാര്യത്തിൽ തുടർച്ചയായി ഉമേഷ് സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് പോലീസിനുള്ളിലെ നിലനിൽക്കുന്ന അനീതികളെക്കുറിച്ചൊക്കെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക എന്നതാണ്. പക്ഷേ ഒരു സേന എന്ന നിലയ്ക്ക് അതിൻ്റെ അച്ചടക്കം പാലിക്കുന്നില്ല എന്നതാണ് എല്ലായ്പ്പോഴും പോലീസ് പകരം ഉമേഷിനെതിരെ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഹർഷൻ, 20 വർഷത്തെ സർവീസിൽ നിന്ന് നിരവധി തവണയാണ് അച്ചടക്ക നടപടികൾ ഉമേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ആ നേരിട്ടതിന് പിന്നാലെ ഇപ്പോൾ ഇതാ പിരിച്ചുവിടൽ നീക്കത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. നേരത്തെ നമുക്കറിയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട് പല ഉദ്യോഗസ്ഥർക്കുമെതിരെ. കൂടാതെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്കിലെ കൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച്, പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. മാത്രമല്ല ഇത് ആറന്മുളയിൽ സ്റ്റേഷനിൽ CPO ആയിരിക്കെയാണ് ചില കാര്യങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടാണ് ഇയാൾക്ക് ആദ്യ മെമ്മോ അയക്കുന്നത്. അത് 2023 സെപ്റ്റംബർ 23 ഈ മെമ്മോ നൽകുന്നത്. ആ മെമ്മോയിന് 26-ാം തീയതി മറുപടി നൽകിയത് ഉൾപ്പെടെ വീണ്ടും ഉമേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിൽ വിശദീകരണം തേടിക്കൊണ്ട് 30-ാം തീയതി പത്തനംതിട്ട DYSPക്ക് അടുത്ത മെമ്മോ അയക്കേണ്ടി വന്നു. സമാനമായിട്ടുള്ള മറുപടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് റാന്നി DYSPക്ക് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണത്തിന് ഹാജരാവാൻ വേണ്ടി നിർദ്ദേശം നൽകിയെങ്കിലും ഹാജരാവാൻ ഓൺലൈനായിട്ടോ അല്ലാതെയോ ഹാജരാവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയച്ച മെമ്മോകൾക്കൊന്നും മറുപടിയും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും പിരിച്ചുവിടാനുള്ള ഒരു നീക്കത്തിലേക്ക് അതായത് പോലീസ് നീങ്ങുന്നത്. ആ നീക്കത്തിന്റെ ഭാഗമായിട്ട് 15 ദിവസത്തിനകം ഇപ്പോൾ നൽകിയിട്ടുള്ള നോട്ടീസിന് മറുപടി നൽകണം. അല്ലാത്ത പക്ഷം ഈ നോട്ടീസ് അംഗീകരിക്കുന്നു, മറുപടി നൽകാനില്ല എന്നതാണ് നിലപാട് എന്ന രീതിയിലേക്ക് ഇത് സ്ഥിരം ആക്കാൻ, അതായത് ഈ നടപടി സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടക്കും എന്നതാണ് പറയുന്നത്. മേലുദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് വീണ്ടും പരിഹാസമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നതാണ് അതിൽ അതിശയിപ്പിക്കുന്ന കാര്യം. ഈ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെ അത് സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റ് ഇറക്കിയിരിക്കുകയാണ് ഉമേഷ് വള്ളിക്കുന്ന്. റൈറ്റ്. ഉമേഷ് ശക്തമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സേനയുടെ ഒരു സ്വഭാവത്തിലല്ല, അതിനപ്പുറത്ത് വളരെ ശക്തമായും രൂക്ഷമായും പോലീസിൽ നടക്കുന്ന അനീതികളെക്കുറിച്ചൊക്കെ വിമർശനം ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ആ കാര്യത്തിലും സംശയമൊന്നുമില്ല. പക്ഷേ അത് സേനയുടെ അച്ചടക്കം നിലനിൽക്കുന്നതല്ല എന്ന പോലീസ് സേനയുടെ ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതും. അതിനെയും ഗൗരവത്തോടെ അല്ല ഉമേഷ് കാണുന്നത്, അല്ലെങ്കിൽ അതിനെ ആ നിലയ്ക്ക് ഭയപ്പെടുത്തൽ എന്ന നിലയ്ക്കാണ് ഉമേഷ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്.